നമസ്കാരം. മധ്യപ്രദേശിലെ രത്ലം ജില്ലയിലെ ജഗന്നാഥ ക്ഷേത്ര പരിസരത്ത് പശുവിന്റെ തല വെട്ടിമാറ്റപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് രത്ലാമിലെ ജോറ പ്രദേശത്തെ തെരുവുകളിൽ വൻ പ്രതിഷേധത്തിന് കാരണമായിരുന്നു. പൂജാരി രാവിലെ ക്ഷേത്രത്തിലെത്തിയതെ തുടർന്നാണ് സംഭവം ശ്രദ്ധയിൽപ്പെട്ടത്. പശുക്കിടാവിന്റെ ചോരയൊലിക്കുന്ന തല കണ്ട ഉടൻ തന്നെ അദ്ദേഹം പോലീസിനെയും നാട്ടുകാരെ വിവരമറിയിക്കുകയായിരുന്നു. ഇതേ തുടർന്ന് ഹൈന്ദവ സംഘടനകളും പ്രാദേശിക ഭക്തരും ക്ഷേത്രത്തിലെത്തി. സംഭവം ഹിന്ദുക്കൾക്കിടയിൽ പ്രകോപനം സൃഷ്ടിക്കുകയും ഹിന്ദു സംഘടനകൾ ജോറയിലെ മാർക്കറ്റ് അടച്ചുപൂട്ടുകയും നാലുവരിപ്പാത തടയുകയും ചെയ്തു. പ്രതികളെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്നും പബ്ലിക് പ്രോസിക്യൂട്ട് ചെയ്യണമെന്നും ആവശ്യപ്പെട്ട് ഒരു വലിയ സംഘം പ്രതിഷേധക്കാർ ജോറ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. ഉദ്യോഗസ്ഥർ പ്രതിഷേധക്കാരെ ശാന്തമാക്കാൻ ശ്രമിച്ചെങ്കിലും അത് വകവയ്ക്കാതെ ജനക്കൂട്ടം തള്ളിക്കയറി. സ്ഥിതിഗതികൾ നിയന്ത്രിക്കാൻ പോലീസിന് കണ്ണീർവാതക ഷെല്ലുകളും ലാത്തി ചാർജും പ്രയോഗിക്കേണ്ടി വന്നു. ഹിന്ദുക്കളുടെ പ്രതിഷേധത്തെ തുടർന്ന് നടത്തിയ പോലീസ് അന്വേഷണത്തിൽ CCTV ദൃശ്യങ്ങളിൽ നിന്ന് 2 പ്രതികളെ തിരിച്ചറിഞ്ഞു. ജൂൺ 13-നും 14-നും ഇടയിൽ പുലർച്ചെ 2 അക്രമികൾ മോട്ടോർ സൈക്കിളിലെത്തി ഗോമാംസ കഷ്ണങ്ങൾ ക്ഷേത്രത്തിലേക്ക് എറിയുന്നത് CCTV ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. തുടർന്ന് പോലീസ് ഇവരുടെ താമസ സ്ഥലത്തെത്തി സക്കീർ, ഷാക്കീർ എന്നിവരെ കസ്റ്റഡിയിലെടുത്തു. പ്രതികളെ തിരിച്ചറിഞ്ഞ ശേഷം അവരുടെ വീടുകളിലേക്ക് ഘോഷയാത്ര നടത്തണമെന്ന് ഹിന്ദു സംഘടനകൾ നിർബന്ധിച്ചെങ്കിലും പോലീസ് അനുവദിച്ചില്ല. സംഭവം നടന്ന അന്ന് തന്നെ ജഗന്നാഥ മഹാദേവ ക്ഷേത്രം ശുദ്ധീകരിക്കുകയും ക്ഷേത്രം മുഴുവൻ വൃത്തിയാക്കുകയും ചെയ്തു. നഗരത്തിലെ സ്ഥിതിഗതികൾ കണക്കിലെടുത്ത് കൂടുതൽ സംഘർഷം ഉണ്ടാകാതിരിക്കാൻ വൻ പോലീസ് സന്നാഹത്തെ സ്ഥലത്ത് വിന്യസിപ്പിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.